ഒക്കെ എഴുതേണ്ടി വരും. ആൻഡ് 2 മാർക്കിന് വെച്ചാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ബട്ട് മേ ബി ജസ്റ്റ് എന്താ പറയാ ഗെയിൻ എന്തൊക്കെയുണ്ട്, അബ്സല്യൂട്ട് ഗെയിൻ, റിലേറ്റീവ് ഗെയിൻ, അതിനെ എഴുതാം. ബട്ട് മേജർ തിങ് ഇതാ, എന്തൊക്കെ ഈ ഫോർമുലയിൽ എടുക്കുന്ന എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് പവർ, റേഡിയേഷൻ ഇന്റൻസിറ്റിയും ലോസസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ. ആൻഡ് ഡയറക്ടിവിറ്റി ആണെങ്കിൽ ജസ്റ്റ് ഔട്ട്പുട്ട് റേഡിയേഷൻ ഇന്റൻസിറ്റി മാത്രമാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നത്. മേജർ തിങ് ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോർമുല കണ്ടുപിടിക്കുന്നതാണ്. പോളറൈസേഷൻ അതൊരു ഇമ്പോർട്ടന്റ് സംഭവമാണ്. സോറി, പോളറൈസേഷൻ എന്ന് പറയുന്നത് ഒരു വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു ലോക്കസിന് നമ്മൾ നോക്കുമ്പോൾ എന്തോരമാണ് ലൈക്ക് എന്താ പറയാ ഒരു ടൈം വേരിയിങ് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ്, ലൈക്ക് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുന്നില്ല, ബട്ട് ഇലക്ട്രിക് ഫീൽഡിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്തോരം ട്രാവൽ ചെയ്തു, അതാണ് ബേസിക്കലി പോളറൈസേഷൻ. വേവ് ട്രാൻസ്മിറ്റഡ് ബൈ ദി ആന്റിന, അതാണ് പോളറൈസേഷൻ ഓഫ് ആന്റിന എന്ന് പറയുന്നത്. നമ്മള് പോളറൈസേഷൻ വന്നിട്ട് മിക്കവാറും ഈ ഗെയിൻ എവിടെയാണോ മാക്സിമം ആയിട്ടുള്ളത് അവിടെയാണ് അതിന്റെ ഡയറക്ഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ആൻഡ് പോളറൈസേഷന് 3 മെത്തേഡ്സ് ഉണ്ട്, എലപ്റ്റിക്കൽ, ലീനിയർ ആൻഡ് സർക്കുലർ. ആന്റിനയിൽ മേജർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എലപ്റ്റിക്കൽ പോളറൈസേഷൻ ആണ്. സോ ജസ്റ്റ് ലീനിയർ പോളറൈസേഷൻ എന്താ, ഒരു കോമ്പണന്റ് ഉണ്ടാവുള്ളൂ, ഒന്നെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കാം, ഇൻ ടൈം ഫേസ് ആയിരിക്കാം, ബട്ട് എന്തായാലും ജസ്റ്റ് വി ഹാവ് വൺ കോമ്പോണന്റ്, എനി ലൈക്ക് എന്ത് വേണമെങ്കിൽ സ്ട്രൈറ്റ് ആവാം, ഇങ്ങനെ എന്ത് വേണമെങ്കിൽ, ബട്ട് വി വിൽ ഓൺലി ഹാവ് വൺ കോമ്പോണന്റ് അറ്റ് ദാറ്റ് ടൈം. സർക്കുലർ പോളറൈസേഷൻ ആകുമ്പോൾ there can be 2 components, ഇതുപോലെ 2 ലീനിയർ കോമ്പോണന്റ്സ് ടുഗെദർ വരുന്നതാണ് സർക്കുലർ പോളറൈസേഷൻ. അതൊരു ടൈം ഡിഫറൻസ്, ടൈം ആൻഡ് ഫേസ് ഡിഫറൻസ് ഉണ്ടാവാം, ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്. ആൻഡ് സർക്കുലർ പോളറൈസേഷൻ can be like clockwise or anti-clockwise circular polarization also. Yeah. And elliptical polarization എന്ന് പറയുന്നത് എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓരോ ഇൻസ്റ്റൻസിലും ഇത് ട്രേസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻസിന് എങ്ങനെയാണ് മൂവ് ആവുന്നത്, പെർട്ടിക്കുലർ ഓരോരോ ഇൻസ്റ്റൻസിൽ അതിങ്ങനെ ട്രേസ് ചെയ്ത് കുട്ടി കുട്ടി പോയിന്റ്സ് ആയിട്ട് അങ്ങനെ ട്രേസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു എലിപ്റ്റിക്കലാണ്. അപ്പോ ആസ് ആന്റിന ബേസിക്കലി ട്രാവൽസ് ലൈക്ക് ഈ ഫീൽഡ്, ആന്റിനയുടെ ഫീൽഡ് ട്രാവൽ ചെയ്യുന്ന ബേസിക്കലി എലിപ്റ്റിക്കൽ ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ എലിപ്റ്റിക്കൽ പോളറൈസേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. And electrical polarization clockwise or anti-clockwise depends on how the electric field in this antenna travels. Fast ആവുന്നുണ്ടെങ്കിൽ പറയണേ. I just formulas. Yeah. Losses, this polarization losses നെ കുറിച്ചാണ്. എന്താ mismatch loss ആവാം. Polarization losses, polarization efficiency യുടെ ഫോർമുലയാണ്. ഓക്കെ, ഇത് ബേസിക്കലി ഫുൾ ഓഫ് ഒരു ഡെറിവേഷൻ ആണ്, വലിയൊരു ഡെറിവേഷൻ ആണ്. സംഭവം പറഞ്ഞുതരാം. ഈ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നത് ടു ഫൈൻഡ് ദ ഔട്ട്പുട്ട് പവർ, എങ്ങനെയാണ് ഈ ജനറേറ്റർ, അതായത് ഇൻപുട്ടിലോട്ട് ഔട്ട്പുട്ടിലോട്ട് കിട്ടുന്ന പവറിനെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് വിടുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡെറിവേഷൻ ആണ്. ടോട്ടൽ പവറിന് എവിടേക്ക്, ഓക്കെ ഡെറിവേഷൻ ഇതിനെ വിളിക്കണം. ഈ ജസ്റ്റ് തെവിനിൻ ട്രാൻസ്മിറ്റിംഗ് ആണ്. റിസീവിംഗ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് വി ഹാവ് ടു ലൈക്ക് ചേഞ്ച് ദിസ്, ജനറേറ്ററിന് പകരം ടി ഇട്ടാൽ മതി. ZT ആണല്ലോ നമ്മൾ ഇത് റിസീവർ മോഡിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് മാത്രം മാറ്റിയാൽ മതി, നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ഇതാണ് നമ്മുടെ ഫിഗർ, തെവിനിൻ ട്രാൻസ്മിറ്റിംഗ് മോഡിന്റെ ഫിഗർ ആണ്. ആൻഡ് RL യു ഓൾ നോ റൈറ്റ്, RL എന്ന ലോസ് റെസിസ്റ്റൻസ്, റേഡിയേഷൻ റെസിസ്റ്റൻസ്, ആന്റിന റെസിസ്റ്റൻസ്, ഇത് ജനറേറ്ററിന്റെ റിയാക്ടൻസ്, ആന്റിന റിയാക്ടൻസ്, ജനറേറ്ററിന്റെ റിയാക്ടൻസ്, ജനറേറ്റർ റെസിസ്റ്റൻസ് ആൻഡ് വോൾട്ടേജ്. ഇതാണ്. അപ്പൊ ജസ്റ്റ് നമുക്കറിയാം സെഡിന്റെ ഫോർമുല എന്താ, R+jx. അപ്പൊ ZGയും ZAയും അതുപോലെ അങ്ങ് എഴുതുന്നു. പിന്നെ നമ്മൾ I കണ്ടുപിടിക്കുക. സോ കറന്റ് ഇസ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഹിയർ വി ടേക്ക് ഇറ്റ് ആസ് ഇംപിഡൻസ്. സോ ജസ്റ്റ് total impedance is both this antenna reactance plus എന്താ ആന്റിനയുടെ ഇംപിഡൻസ് പ്ലസ് ജനറേറ്ററിന്റെ ഇംപിഡൻസ്. അത് വെച്ച് നമുക്ക് കറണ്ടിന്റെ ഒരു ഫോർമുല ഉണ്ടാക്കി. പിന്നെ പവർ എന്താ, ½I²R. സോ പവർ റെസിസ്റ്റൻസ്, റേഡിയേഷന്റെ, ലോസിന്റെ, പവറിന്റെ ഫോർമുല ആൻഡ് ജനറേറ്ററിന്റെ ½ I²R.
ജസ്റ്റ് ഇപ്പൊ മാക്സിമം പവർ ഡെലിവർ ടു ആന്റിന എന്ന് പറയുന്നത് മൊത്തത്തിൽ എല്ലാം കൂടി പവർ ആന്റിനയ്ക്ക് ഡെലിവർ ചെയ്യുവാണെങ്കിൽ ബോത്ത് റേഡിയേഷൻ റെസിസ്റ്റൻസ് ആൻഡ് റേഡിയേഷൻ ലോസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ആന്റിനയ്ക്ക് കൊടുക്കുവാണെങ്കിൽ എന്താ RR plus RL will be equal to RI, right? And as this RJ and RI will be equal, reactance will also be equal. Like reactance will be negative of the others. So we are just substituting ഇതുവരെ കിട്ടിയ ഈ 3 പവറിന്റെ ഇക്വേഷനെയും നമുക്കിപ്പോ കോൺജുഗേറ്റ് മാച്ചിങ് കിട്ടിയ ഈ 2 ഇക്വേഷൻ വെച്ച് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ RR പകരം RJ, സോറി RR plus RL പകരം RG ആൻഡ് എക്സ്ക്ക് പകരം -60. അപ്പൊ നമുക്ക് ഫോർമുല മൊത്തത്തിൽ മാറിയിട്ട് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന 3 ഫോർമുലാസ്. അപ്പൊ ഈ 3 ഫോർമുലന്ന് വെച്ചിട്ട് വി ക്യാൻ സേ ദാറ്റ് ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോഴല്ലേ ഇത് കിട്ടുന്നത്. അപ്പൊ അതാണ് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നത്. ഓക്കെ, വി പ്ലസ് ബോത്ത് ദിസ്. അപ്പൊ എന്താ പവർ എന്ന് ഈ ജനറേറ്റ് കൊടുക്കുന്ന പവർ ആണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. റേഡിയേഷൻ റെസിസ്റ്റൻസിലോട്ടും അതർ ലോസ് റെസിസ്റ്റൻസ് ആയിട്ട് ഡിസിപ്പേറ്റ് ആവുക. ആൻഡ് ഇവിടെ റിസീവിംഗ് മോഡ് എന്ന് പറയുവാണെങ്കിൽ എന്താ PT, അതായത് കിട്ടിയ ലോഡ് റെസിസ്റ്റൻസ് ആണ് റേഡിയേഷൻ റെസിസ്റ്റൻസും ലോസ് റെസിസ്റ്റൻസുമായിട്ട് ഡിവൈഡ് ആവുന്ന പോകുന്നത്. ഓക്കെ, ലോസ് 0 ആണെങ്കിൽ എന്താ മൊത്തത്തിൽ എവിടെയാണോ ക്യാപ്ചർ ചെയ്ത് അത് ലോഡ് ഡെലിവർ ആവും, അടുത്തത് സ്കാറ്റർ ആവും. ബിക്കോസ് ലോസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ലോസ് ലോഡ് കൊടുക്കാനൊന്നും ഇല്ലല്ലോ, അപ്പൊ നമുക്ക് ജസ്റ്റ് സ്കാറ്റർ ആവും, അത്രേ ഉള്ളൂ. ഇത് കണ്ടുപിടിക്കാനുള്ള ആകെ മൊത്തത്തിലുള്ള ഇത് ഇസ് ബേസിക്കലി ഹൗ ദി ജനറേറ്ററിന്റെ പവർ എങ്ങനെ ഏത് 2 പവറിലോട്ടാ ഡിവൈഡ് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ ഡിവൈഡ് ആവുന്നത്, അതാണ് ഫോർമുല പഠിച്ചിരിക്കും. ഇത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് ഫോർ ദ റേഡിയേഷൻ റെസിസ്റ്റൻസ്. ആക്ച്വലി റേഡിയേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ഓഫ് പവർ ആണോ ആൻസിനെ റേഡിയേറ്റ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ഇവിടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസും. അതാണ് ഈ റേഡിയേഷൻ റെസിസ്റ്റൻസ്. ഇത് നമുക്ക് ചെറുതായിട്ട് ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. KT² L/λ². ഇതാണ് നമുക്കൊരു റേഡിയേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ വെരി ഷോർട്ട് ലോസ്ലെസ് ഡൈപോൾ. സാധാരണ നമ്മളിപ്പോ ഒരു എന്താ പറയുക സ്പെസിഫൈ ചെയ്യാത്ത റേഡിയേഷൻ റെസിസ്റ്റൻസ് ചോദിച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. ഓക്കെ, ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഇത് പ്രോബ്ലം. സോ ഈ പ്രോബ്ലത്തിൽ വി ഹാവ് ടു ഫൈൻഡ് ദി മാക്സിമം എഫക്റ്റീവ് ഏരിയ. ഓക്കെ, ആൻഡ് ദി ഇൻസിഡന്റ് ഫീൽഡ്. മാക്സിമം എഫക്റ്റീവ് ഏരിയ കണ്ടുപിടിക്കുക. ജസ്റ്റ് ഫോർമുല അപ്പർച്ചർ എഫിഷ്യൻസിയുടെ ഫോർമുലയാണ്. നമുക്ക് മാക്സിമം എഫക്റ്റീവ് ഏരിയ കണ്ടുപിടിക്കണം. ഇത് ഈ ഫോർമുല വെച്ച് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആൻഡ് RR ഉണ്ടല്ലോ, അപ്പൊ AEM എന്ന് പറയുന്ന ഫോർമുല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. നമുക്കറിയാം ഇവിടെ ലോസ് റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഷോർട്ട് ലോസ്ലെസ് ഡൈപോൾ. സോ RL ഇസ് എനിവേ 0. അപ്പൊ നമുക്ക് ബാക്കി വരിക VT² by 8WI by R. അപ്പൊ എന്താ RR we know 80π² L/λ². അത് RRന്റെ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VTയുടെ പകരം EL. VT is എന്താ വോൾട്ടേജ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡിന്റെ ലെങ്ത് ഓഫ് ദ ഡൈപോൾ. മറ്റേ ഫോർമുല ഉണ്ടല്ലോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. And WI is this formula E² by 2 neta. And this neta is 120π. അപ്പൊ അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വി ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് ലാംഡ. സോ ലാംഡ അങ്ങനെ തന്നെ കിടക്കട്ടെ. ബാക്കി എല്ലാം വെച്ച് ഈ കട്ടായി പോവും. മൊത്തത്തിൽ ഇത് കാൽക്കുലേഷൻ കഴിഞ്ഞാൽ വി ഗെറ്റ് ദിസ് ആസ് എഫക്റ്റീവ് അപ്പർച്ചർ 0.119 λ², റൈറ്റ്? അപ്പോ let us assume that a length is lambda by 50. That is, we know that length will be very very less, right? ഒരു ചെറിയ വയറാണ് ഷോർട്ട് ലോസ്ലെസ് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് സ്മോൾ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് വി ആർ അസ്യൂമിങ് ഇറ്റ് ആസ് ദിസ്. സോ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കിട്ടുക 5.95 lambda. ആൻഡ് വിച്ച് ഇസ് ലൈക്ക് വെരി ലാർജ് ക്വാണ്ടിറ്റി. അതായത് ഈ എഫക്റ്റീവ് വിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ ഇസ് വെരി ലാർജ്. പക്ഷെ വയർ ആൻസിന എന്ന് പറയുമ്പോൾ ഷോർട്ട് ലോസ്ലെസ് ഡൈപോൾ വയർ ആൻസിന കാണാനായിട്ട് ഭയങ്കര ചെറിയൊരു വയറാണ്. വയർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വളരെ ചെറിയൊരു സാധനം കാണുന്നത്. ബട്ട് നമ്മൾ ഫിസിക്കൽ സൈസ് എന്ന് പറയുന്നത് നോക്കുന്നത് ഭയങ്കര സ്മോൾ ആണെങ്കിലും അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന പവർ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതാണ് നമ്മൾ ഈ ഫോർമുല ഈ പ്രോബ്ലം ചെയ്തിട്ട് കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെന്റൻസ് എന്നിട്ട് ഇൻഫർ ഉണ്ട്. അപ്പൊ ബേസിക്കലി നമ്മൾ ഈ ഒരു പ്രോബ്ലം ആണ് സോൾവ് ചെയ്യേണ്ടത്.
ബിക്കോസ് നമുക്ക് കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് λ/50 വിച്ച് ഇസ് വെരി സ്മോൾ റൈറ്റ്. ലെങ്ത് എത്ര സ്മോൾ ആയാലും നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇസ് വെരി മച്ച് ലാർജ് ദാൻ ഇറ്റ്സ് ഫിസിക്കൽ വിഡ്ത്ത്. ദാറ്റ് മീൻസ് ഇറ്റ് കൻ ക്യാപ്ചർ മോർ പവർ. സൈസ് എത്ര ചെറുതാണ്, ഇറ്റ് കൻ ക്യാപ്ചർ മോർ പവർ. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഡെറിവേഷൻ ആക്ച്വലി മിസ് തന്നിട്ടുണ്ട്. മിസ്സിന്റെ PDF ക്ലാസ്സിൽ വേറെ നോട്ടായിട്ട് മിസ് തന്നിട്ടുണ്ട് ഈ ഡെറിവേഷൻ. ഇതൊരു അണ്ടർ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ് ബേസിക്കലി. ഫ്രിസ് ട്രാൻസ്മിഷൻ നമ്മൾ ആകെ ഈ ഒരു പവർ റിസീവ്ഡും പവർ ട്രാൻസ്മിറ്റിന്റെയും റിലേഷൻഷിപ്പ് എന്താണ് അത് കാണിക്കാനാണ് നമ്മൾ ഈ ഫ്രിസ് ട്രാൻസ്മിഷൻ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് കിട്ടുന്ന റിലേഷൻ. എങ്ങനെ കിട്ടുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഫുൾ ഓഫ് ഡെറിവേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആദ്യം പവർ ഡെൻസിറ്റിയുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൻഡ് വി നോ ദാറ്റ് GT ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ഡയറക്ടിവിറ്റി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് PR AR ഇൻറ്റു VT അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മൾ എല്ലാ ലോസസിനെയും അക്കൗണ്ടിൽ എടുത്തിട്ട് കൊടുക്കുന്നു. എല്ലാ ലോസസ്, എല്ലാ എഫിഷ്യൻസി. ആൻഡ് ഇഫ് ദർ ഇസ് നോ റിഫ്ലക്ഷൻ ആൻഡ് പോളറൈസേഷൻ ലോസസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഇത്. ആൻഡ് ദിസ് ഫാക്ടർ, ഈ ഒരു λ/4πr ദ ഹോൾ സ്ക്വയർ നമ്മുടെ ഫാക്ടറിനെയാണ് നമ്മൾ ഫ്രീ സ്പേസ് ലോസ് ഫാക്ടർ എന്ന് പറയുന്നത്. അതൊരു മൈക്രോവേവ് ലിങ്ക് ഡിസൈനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ബേസിക്കലി നമ്മൾ ഇത് പക്ക ഡെറിവേഷനാണ്. നമ്മൾ ഓരോരോ എടുത്തിട്ട് നമ്മൾ PR/VT എത്തിക്കാനുള്ള ഒരു ഡെറിവേഷനാണ് ഇത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ എല്ലാ എഫിഷ്യൻസിയും ഇതിന്റെ എല്ലാത്തിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കിട്ടുന്ന ആൻസർ. മൊഡ്യൂൾ 1 എത്ര ഉള്ളു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മൊഡ്യൂൾ 1? 2 എടുത്തോട്ടെ. ഓക്കെ, ഐ ഹോപ്പ് ഇല്ല. മൊഡ്യൂൾ 2 എടുക്കുവാണേ. ഓക്കെ, മൊഡ്യൂൾ 2 വന്നിട്ട് നമ്മള് ബേസിക്കലി 3 ഡൈപോൾ, ഇൻഫിനിറ്റെസിമൽ ഡൈപോൾ, ഹാഫ് ഡൈപോൾ ആൻഡ് സ്മോൾ ഡൈപോൾ, അതൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇതിലും മേജർ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് ഈ ഇൻഫിനിറ്റെസിമൽ ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇത് ആക്ച്വലി ഇതിന്റെ ഫോർമുലാസും ഇതിന്റെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഈ മേജർ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാ. ഇതിനെ വെച്ച് നമുക്ക് ബാക്കി ഹാഫ് വേവ് ഡൈപോൾ, സ്മോൾ ഡൈപോളിന്റെ എല്ലാ ഫോർമുലാസും നമുക്ക് ആക്ച്വലി ഉണ്ടാക്കാനുള്ളത്. അപ്പോ ഈ ഇൻഫിനിറ്റെസിമൽ ഡൈപോൾ, ഹെർട്സിയൻ ഡൈപോൾ is actually an example of this infinitesimal dipole, and we get into the derivation. Okay, it's a bit a long derivation ആണ് ഈ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ. നമ്മൾ ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇതിനുള്ള ഏതൊക്കെയാണ് ഇൻഫിനിറ്റെസിമൽ ഡൈപോളിൽ വാലിഡ് ആയിരിക്കുന്നതോ അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ നമ്മൾ കറണ്ട് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. IZ' IZ × I0 എന്ന് പറഞ്ഞിട്ട്. And we get only the components of this AZ cap ഉള്ള കോമ്പോണന്റ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ കോമ്പോണന്റ് വെച്ചിട്ടാണ് നമുക്ക് ഇനി അടുത്ത ഇതെന്താ, ഇത് കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഇതിന്റെ സ്ട്രേറ്റ് കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ അല്ലേ, നമ്മൾ അതിന്റെ സ്പെരിക്കലായിട്ട് റെക്ടാങ്കുലർ സ്പെരിക്കലായിട്ട് കണ്ടുപിടിക്കുക. അതെന്താ, AR ഉം A∠θ A∠Φ എന്താ നമ്മൾ കണ്ടുപിടിക്കണം ഈ AZ വെച്ചിട്ട്. അപ്പൊ ഈ ഫോമില നമ്മള് EMT ഉണ്ടല്ലോ, അതാണിത്. ഇതിൽ നമ്മൾ AX AY ഇല്ല, 0, AZ മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് മൊത്തത്തിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ ഫോർമുല. ARക്കും A∠θ A∠Φ. അപ്പൊ എന്താ, A∠Φ ഇല്ല, ആകെ AR A∠θ മാത്രമേ ഉള്ളൂ. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്നതാണ്. ഇനി A നമുക്ക് H കണ്ടുപിടിക്കണം, E കണ്ടുപിടിക്കണം. അപ്പൊ Hന്റെ ഫോർമുല ഇത് 1/μ del dot A. Del dot A is this also we have studied in EMT. ആൻഡ് ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. AR ഉം A∠θ കിട്ടിയല്ലോ, അത് ഡയറക്റ്റായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം A∠Φ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ HR ഉം H∠θ 0 ആയിട്ട് പോകും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇല്ല. അപ്പൊ നമുക്ക് ആ കിട്ടുന്ന ബാക്കി വരുന്ന H∅ മാത്രമായിരിക്കും. H∅ നമുക്ക് ഇത് കിട്ടും, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി H∅ നമുക്ക് ER E∠θ കണ്ടുപിടിക്കാം.
അതാണ് ഈ ഫോർമുല. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് H5 മാത്രമേ ഉള്ളൂ, 2 0 ആവും. അതെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം ER E θ മാത്രമായിരിക്കും, E5 0 ആയിരിക്കും. Because HR and H theta is 0, this both will cancel. So there will only be ER and E theta left. And ഈ ഫോർമുല, ഈ 3 ഫോർമുല എങ്ങനെ പഠിച്ചേ പറ്റും. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ER E theta H5. ഇത് അപ്പൊ ER E theta ഈസി കിട്ടി നമുക്ക് പവർ ഡെൻസിറ്റി, റേഡിയേഷൻ ഡെൻസിറ്റി എല്ലാം കണ്ടുപിടിക്കാം. അല്ല, പവറിന്റെ ഫോർമുല, പവർ ഡെൻസിറ്റി ഇതാണ്. WR ആണെങ്കിൽ ഹാഫ് ഇൻറ്റു E theta H5 star, W theta ആണെങ്കിൽ A theta into ER H5 star. Substitute that we get WR and W theta. This signifies is that ഇതെന്ന് പറയുന്ന മൊത്തത്തിൽ ഒരു ഇമാജിനറി കോമ്പോണന്റ്. ഈ ഇമാജിനറി കോമ്പോണന്റ് does not contribute to the real power. Only WR imaginary components അല്ല, ലൈക്ക് രണ്ടും ഉണ്ട്, ഇതും ഉണ്ട്. അതുകൊണ്ട് this contributes to the real radiated power. Reactive power density direct integration നമുക്ക് കിട്ടി WR and W theta വെച്ചിട്ട്. റേഡിയേഷൻ റെസിസ്റ്റൻസിന്റെ ഫോർമുല സെയിം. ഓക്കെ, ഇത് ഒരു ഇൻഫറൻസ് പോലെ ചോദിച്ചിട്ടുണ്ട്. Why is this reactance of an infinitesimal dipole is capacitor? Why? That is because നമുക്കറിയാം റേഡിയേഷൻ റെസിസ്റ്റൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതല്ലേ, AT pi square L by lambda the whole square. ആൻഡ് നമുക്ക് ജസ്റ്റ് ലാംഡയ്ക്ക് നമ്മള് എല്ലിന് പകരം ലാംഡ ബൈ 50 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് വരും 0.316. ആൻഡ് നമ്മൾ ഈ മാച്ചിങ് ചെയ്യില്ലേ, ഇംപിഡൻസ് മാച്ചിങ് നമ്മൾ ഇതിലൊക്കെയാണ് ചെയ്യുന്നത്. 50 ohms ആണ് നമ്മുടെ ഒരു ഐഡിയൽ ഇംപിഡൻസ് മാച്ച് എന്ന് പറയുന്നത്. ഈ 50 ohm ഈ 0.316 ohm is like too much difference ഉണ്ടല്ലേ. So that means this produces a impedance mismatch. Because of that, efficiency will be also very small. And ഇതിൽ നമുക്ക് എന്താ ശരിയാക്കാനായിട്ട് ഇംപിഡൻസ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് we have to put a very large negative value. Because we are putting a negative value, we get reactance as capacitive. Okay, this far field ഇത് ജസ്റ്റ് ഡയറക്ടിവിറ്റിയും എഫക്റ്റീവ് അപ്പർച്ചറിന്റെയും റേഡിയേഷൻ ഇന്റൻസിറ്റിയുടെ ഒക്കെ ഒരു ഫോർമുല. ഇതിനൊരു ഡെറിവേഷൻ ഇല്ല, അപ്പൊ ഫോർമുല ആയിട്ട് തന്നെ പഠിക്കേണ്ടി വരും. half wave dipole. See, നമുക്ക് small dipole is just double of the infinitesimal dipole. Because here it is triangular current and infinitesimal dipole is sinusoidal current ആയിരുന്നു. അപ്പോൾ this is just കണ്ടോ E theta കണ്ടോ, just 1/2 അതാണ്. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ്സിന്റെ എന്ന് പറയുമ്പോൾ 1/2 ആണ്. പക്ഷെ നമുക്ക് പവർ ഡെൻസിറ്റിയും റേഡിയേഷൻ ഡെൻസിറ്റിയും 1/4 ആവും. അതാണ്. ഓക്കെ, ഇതെല്ലാം 1/4 ആണ്. പക്ഷെ എന്താ, ഈ ഡയറക്ടിവിറ്റി ആൻഡ് എഫക്റ്റീവ് അപ്പർച്ചറിനെ എഫക്ട് ചെയ്യൂല. ബിക്കോസ് ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എനി ഫീൽഡോ അല്ലെങ്കിൽ പവർ ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യാത്തൊരു സാധനമാണ്. ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിന്റെ ഷേപ്പാണ്. അപ്പൊ ഷേപ്പ് എന്തായാലും സെയിം ആയിരിക്കും, സ്മോൾ ഡൈപ്പോൾ ആണ് ഇതായിരിക്കും. അതുകൊണ്ട് അതിനൊന്നും ഒരു ഡിഫറൻസ് വരില്ല. ഡയറക്ടിവിറ്റി ആൻഡ് എഫക്റ്റീവ് അപ്പർച്ചർ വിൽ ബി ദ സെയിം ഫോർ ബോത്ത്. Finite length, we are just taking length as lambda by 2. Just substitute. ഈ lambda by 10 എന്ന് പറയുന്ന സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടും എല്ലാ ഈ തീറ്റയുടെ വാല്യൂ, H5യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂസിനാണ് അതൊക്കെ. പവർ ഡെൻസിറ്റി എല്ലാം. ഹാഫ് വേവ് ഡൈപോൾ എന്ന് പറയുന്നത് എല്ലിന് പകരം ലാംഡ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന്റെ സെയിം ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ആകെ മാറ്റം വരുന്നത് ഈ JK വാല്യൂസിന്റെ സംഭവങ്ങളാണ്. റെസ്റ്റ് വിൽ ബി ദ സെയിം. ഹാഫ് വേവ് ഫിനൈറ്റ് ലെങ്ത് ഡൈപോൾ. ഈ ഒരു ഇൻഫറൻസ് ക്വസ്റ്റ്യൻ വന്നായിരുന്നു. റേഡിയേഷൻ പാറ്റേൺ ഓഫ് an infinitesimal dipole and half wave dipole are qualitatively similar but quantitatively different. So qualitatively similar is because radiation intensity എന്ന് പറയുന്നത് രണ്ടിന്റെയും sin square theta ആണ്. അപ്പൊ radiation intensity sin square theta means what does it mean? അതിന്റെ ഷേപ്പ് സെയിം ആണ്, റേഡിയേറ്റ് ചെയ്യുന്ന പാറ്റേൺ ഒക്കെ സെയിം ആണ്.
അതാണ് അതിന്റെ ക്വാളിറ്റി സെയിം ആണെന്ന് പറയുന്നത്. പക്ഷെ എന്താ, ഫീൽഡ്സ് ഡിഫറെന്റ് ആണ്, റേഡിയേഷൻ ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആണ്. സോ അതൊക്കെ ഡിഫറെന്റ് ആയതുകൊണ്ട് ക്വാണ്ടിറ്റി ഓരോന്നിനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് എഴുതേണ്ട ഇതിന്റെ ഫോർമുല റേഡിയേഷൻ ഇന്റൻസിറ്റി സെയിം സൈൻ സ്ക്വയർ തീറ്റ. അതുകൊണ്ടാണ് സെയിം ഷേപ്പും ക്വാളിറ്റി സിമിലർ ആണെന്ന് പറയുന്നത്. മേജർ പോയിന്റ് ഇതാണ്. ഇതില് ജസ്റ്റ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ലൈക്ക് നമുക്ക് ഇൻഫിനിറ്റെസിമൽ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയത് അങ്ങനെ നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ വഴി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജസ്റ്റ് ഇതിന്റെ ഒരു അനലോഗി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടോ, ദിസ് ഇസ് വാട്ട് ദി ഡുവൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡുവൽ എന്തൊക്കെയാ മാഗ്നറ്റിക് ഫീൽഡ്, അത് മൊത്തത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫിനിറ്റെസിമൽ ഇലക്ട്രിക് ഡൈപോളിലോ സ്മോൾ ഡൈപോൾ എനിത്തിങ് വി ഗെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ. ആ, ഇത് കുറച്ച് ഇമ്പോർട്ടൻസ് ആണ്. അറേ ആന്റിന അറേ കുറച്ച് നല്ല ഇമ്പോർട്ടന്റ് ആ. ഈ ആന്റിന അറേ എന്ന് പറയുന്നത് ജസ്റ്റ് വൺ ആന്റിനെ വെച്ച് മാത്രം ചെയ്യുന്നല്ല, ഒരു കുറച്ച് അറേ, കുറച്ച് 2-3 ആന്റിന എല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ റേഡിയേറ്റ് ചെയ്യുക. ഒരു അസംബ്ലി ഓഫ് റേഡിയേറ്റിംഗ് എലമെന്റ്സ് ഉണ്ടാക്കിയിട്ട് റേഡിയേറ്റ് ചെയ്യുക. അപ്പൊ എന്തായാലും സൈസ് എന്തായാലും കൂടെ ഉള്ളൂ, ആന്റിന റേഡിയേഷനും കൂടേണ്ടതാണ്, ഹൈ ഗെയിൻസ് വരണ്ട. ബട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാം കൂടി പോകും. നമ്മൾ ഈ ആന്റിന ഈ അറേ ആന്റിന ഉണ്ടാക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ചെയ്യേണ്ട സാധനമാണ്. ആൻഡ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ആ, അപ്പൊ ഈ അറേ സോഴ്സസിൽ 4 ഒരു 6 ഇമ്പോർട്ടന്റ് കേസസ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ അറേ പോയിന്റ് സോഴ്സസ് യൂസ്. പോയിന്റ് സോഴ്സസ് മീൻസ് ജസ്റ്റ് ഒരു പോയിന്റിൽ നിന്നായിരിക്കും എല്ലാ സ്ഥലത്തോട്ടും റേഡിയേഷൻ പാസ് ആവുന്നത്. അതാണല്ലോ പോയിന്റ് സോഴ്സസ് എന്ന് പറയുമ്പോൾ. അപ്പോ ഫസ്റ്റ് കേസ് എന്താ, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ബോത്ത് ആർ സെയിം. ജസ്റ്റ് ഇതൊരു നമ്മളൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുക. R1 ആൻഡ് R2 ആണ് ഈ 2 പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ എന്താ, R1 is R plus d by 2 cos theta, R2 is R minus d by 2 cos theta. Just we have to find the total electric field. Just അത് നമ്മൾ ചെയ്യുക, total electric field, and we get total electric field as this. Okay, that is because psi, we have substituted psi as kd cos theta, and we get it. If we normalize this total electric field, we get this cos psi by 2, and psi is kd cos theta, and k is and 2 pi by lambda, and here is lambda by 2. So we get this in the first case. Okay, ഇതൊരു ബ്രോഡ് സൈഡ് അറേ. നമ്മൾ ഈ കോസ് പൈ ബൈ 2 കോസ് തീറ്റയ്ക്ക് പൈന്റെയും തീറ്റയുടെയും വാല്യൂ ഒക്കെ തീറ്റയുടെ വാല്യൂ മാറ്റി കൊടുത്ത ഈ ഷേപ്പ് കിട്ടുന്നതാ, ഈ ബ്രോഡ് സൈഡിന്റെ ഷേപ്പ് കിട്ടും. ഇനി
ഹലോ, കേൾക്കാവുന്നു. കറണ്ട് പോയത്, അതാണ് പോയത്. ഓക്കെ. ിരുന്നത് എന്താ ആൻജിന അറേസിനെ കുറിച്ചാ. അപ്പോ മെയിൻ ആയിട്ടുള്ള 6 കേസ് ഓഫ് ആൻജിന അറേസ്. സോ നമ്മളൊരു ഫസ്റ്റ് കേസ് പറഞ്ഞു. സെക്കൻഡ് കേസ് സെയിം തിങ്, ജസ്റ്റ് നമ്മൾ ഫേസ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പൊ നമുക്കൊരു എക്സ്ട്രാ ബീറ്റ എന്ന് പറഞ്ഞൊരു വാല്യൂ കൂടി ആഡ് ആവുക. ഇവിടെ നമുക്ക് എന്താ, ജസ്റ്റ് വി ഹാവ് 2E0 cos I by 2, right? Plus beta, and that beta is pi. അപ്പൊ അതാണ് നമ്മൾ എക്സ്ട്രാ ആഡ് ആക്കുന്നത്. സോ അത് ആഡ് ആക്കി ഈ നോർമല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദിസ് സൈൻ പൈ ബൈ 2 കോസ് തീറ്റ. ആൻഡ് ആ തീറ്റയ്ക്ക് ഇഫ് വി ഗിവ് വാല്യൂസ് വി ഗെറ്റ് an end fire array. Okay, തീറ്റയ്ക്ക് വാല്യൂ ഇട്ടാൽ വി ഗെറ്റ് an end fire array. Next point sources, D having phase quadrature and D is lambda by 2. So അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. Psi എന്ന് പറയുന്നത് KD cos theta plus beta, and here beta is 90 degree which is pi by 2, and D is lambda by 2, and K എന്ന് പറയുന്നത് 2 pi by lambda. നമുക്ക് കിട്ടുന്നത് പക്ക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദിസ്. അത് അതിന്റെ തീറ്റയ്ക്ക് നമ്മൾ വേറെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഷേപ്പാണ്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ, കാർഡിയോഡ് ഷേപ്പ്. അതെന്ന് പറയുന്നത് ഐസോട്രോപിക് വിത്ത് സെയിം എലമെന്റ് ആൻഡ് ഫേസ് ക്വാഡ്രാച്ചർ വിത്ത് D is lambda by 4. So instead of lambda by 2, substitute lambda by 4 and we get this. ഇതാണ് കാർഡിയോഡ് ഷേപ്പ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഇതൊരു ജനറൽ കേസ്. ബേസിക്കലി സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഡിഫറൻസ് എന്തെങ്കിലും മാറിക്കഴിഞ്ഞാൽ ഹൗ വിൽ എനിത്തിങ് ചേഞ്ച്. അപ്പോൾ ഇതാണ് നമുക്ക് സൈ എന്ന് പറയുന്നത് കിട്ടുന്നത്. ഇഫ് ഫേസ് ക്വാഡ്രേച്ചർ ആണെങ്കിൽ പൈ ബൈ 2 പൈ ബൈ 4 ആവും, അല്ലെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ പൈ ബൈ 2 ആവും. ഇത് ജനറൽ കേസ്. ഇനി സിമിലർ പോയിന്റ് സോഴ്സസ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ പാറ്റേൺ E0 dash sin theta ആയിരിക്കും, which is dipole pattern. That if we substitute in this, we get this. അതാണ് array of point sources ന്റെ നോൺ ഐസോട്രോപിക് പോയിന്റ് സോഴ്സസ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത്. ഓക്കെ, ഇനി പാറ്റേൺ മൾട്ടിപ്ലിക്കേഷൻ. ഈ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താ, നമ്മള് സിംഗിൾ എലമെന്റ്സും ഒരു അറേ ഫാക്ടറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കുറെ അറേ ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ ഓരോരോ സിംഗിൾ എലമെന്റ്സിന് ഓരോരോ അറേ ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പാറ്റേൺ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി അതിന്റെ ഒരു ഇതാണ് ഇൻഡിവിജ്വൽ സോഴ്സസ് വിത്ത് പാറ്റേൺ ഓഫ് അറേ സോഴ്സ്. ജസ്റ്റ് ഒരു എക്സാമ്പിളാ ബേസിക്കലി. നമ്മൾ കിട്ടിയ ഈ നമ്മള് കോസ് I by 2 കിട്ടിയില്ലേ, ഇതിലോട്ട് നമ്മള് ബീറ്റ ഈക്വൽ ടു 0 വരുമ്പോഴും D ഈക്വൽ ടു ലാംഡ ബൈ 4, അതാണ് നമുക്ക് ഓരോരോ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് നൾ പോയിന്റ്സും പാറ്റേണും കിട്ടും. ഡയറക്റ്റ് കാൽക്കുലേഷൻ. ബീറ്റക്ക് 0 D ഈക്വൽ ടു ലാംഡ ബൈ 4 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നത്. പിന്നെ ബീറ്റ ഈക്വൽ ടു പൈ ബൈ 2 ആൻഡ് D ഈക്വൽ ടു ലാംഡ ബൈ 4 കാൽക്കുലേഷൻ. ഓക്കെ, ഇനി ദിസ് ഇസ് അനദർ ഇമ്പോർട്ടന്റ് pattern multiplication വാല്യൂ കേസസ് ആണ്. So these are like general cases, 2 element isotropic array and D equal to lambda. Okay, this is like one of the most important case. 4 elements വരുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള രണ്ട് എലമെന്റ് വരുമ്പോഴോ അല്ലേ. അപ്പൊ 2 എലമെന്റ് വരുമ്പോൾ നമ്മൾ സാധാ ആൻജിന അറേ ചെയ്യും, ആൻജിന അറേയുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ബട്ട് ദിസ് ഇസ് ഡിഫറെന്റ്. 4 വരുമ്പോൾ നമ്മൾ 4 കൂടി ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമ്മൾ 2 ചെയ്യുക. Okay, that is basically നമ്മള് ലാംഡ ബൈ 2 സോറി 4 എലമെന്റ്സ് ഉണ്ടല്ലോ, അതിനെ നമ്മള് ലാംഡ ബൈ 2 ഡിസ്റ്റൻസിലാണ് ഓരോന്ന് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് 2 ഒരു പോയിന്റ് ആയിട്ടും നെക്സ്റ്റ് 2 വേറൊരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ബേസിക്കലി നമ്മൾ ഓരോരോ പോയിന്റ് സോഴ്സസിന് അറേ ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എയും ബി ഇവിടെയാന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാംഡ ആയിരിക്കുമല്ലോ. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഈ കോസ് പൈ ബൈ 2 കോസ് തീറ്റ എന്ന് പറയുന്ന സാധനത്തില് D ഈക്വൽ ടു ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഗ്രൂപ്പ് പാറ്റേൺ.
ദിസ് ഇസ് ദ ഗ്രൂപ്പ് പാറ്റേൺ ഡി ഈക്വൽ ടു ലാംഡ ബോട്ട് കിട്ടുമ്പോൾ. ആൻഡ് ഇൻഡിവിജ്വൽ പോയിന്റ് സോഴ്സസ് മൾട്ടിപ്ലൈഡ് ബൈ അറേ ഫാക്ടർ ആണല്ലോ പാറ്റേൺ മൾട്ടിപ്ലിക്കേഷൻ. സോ ഈ ലാംഡ ബൈ 2 ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് വാട്ട്? cos pi by 2 cos theta. And group ആയിട്ട് രണ്ട് എടുത്താൽ d equal to lambda ആവും. So then we substitute, we get equal to cos pi cos theta. The total pattern multiplication is multiplying both the unit pattern and the group pattern. Okay, that is the, this is same thing. ഇത് just നമ്മള് 8 എണ്ണമാണ്. അപ്പൊ നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ട് 2 ലാംഡ ആണ് നമ്മുടെ ഗ്രൂപ്പ് പാറ്റേണിൽ കൺസിഡർ ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, this is derivation. Array factor കണ്ടുപിടിക്കാനുള്ള derivation basically. So okay, this is phase diagram. Okay, ഈ elements എന്ന് പറഞ്ഞ ഐഡന്റിക്കൽ ആംപ്ലിറ്റ്യൂഡ്സ് ആയിരിക്കും. ആൻഡ് എല്ലാ ആംപ്ലിറ്റ്യൂഡ്സിന്റെ ബീറ്റ എന്ന് പറയുന്നത് ഓരോരോ ഫാക്ടർ കഴിയുമ്പോഴും സക്സീഡ് ആയിട്ട്, അതായത് ഇപ്പൊ 1 ബീറ്റ ആണെങ്കിൽ ഇവിടെ 2 ആവും, അത് 3 ആവും. അത് പ്രോഗ്രസീവ് ഫേസ് ലീഡ് ആയിരിക്കും. അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതാണ് അറേ ഫാക്ടർ എന്ന് പറയുന്നത് ബേസിക്കലി. പ്രോഗ്രസീവ് ഫേസ് ലീഡ് കറന്റ് എക്സൈറ്റേഷൻ റിലേറ്റീവ് ടു ദ പ്രിസീഡിംഗ് വൺ. സോ ഇതിന്റെ ഒരു നോർമലൈസേഷൻ ആണ് ഇത്. സിഗ്മ n ഈക്വൽ ടു 1 to n. നമ്മൾ മറ്റേ സാച്ചിലൊക്കെ ചെയ്യുന്ന ഒരു നോർമലൈസേഷൻ ആണ്. ആൻഡ് ഈ കെ ഡി കോസ് തീറ്റ പ്ലസ് ബീറ്റ എന്നുള്ളത് സൈ ആയിട്ട് എഴുതുന്നു. അപ്പൊ എന്താ 1 പ്ലസ് ഇ റേസ് ടു ജെ സൈ പ്ലസ് ഇ റേസ് ടു 2 ജെ സൈ ആണല്ലോ വരിക. അതാണിത്. ആൻഡ് ഇഫ് വി ആർ ടേക്കിംഗ് ഇ റേസ് ടു ജെ സൈ ഹിയർ, ഇവിടെ എന്താ വരിക? ഇവിടെ ഇ റേസ് ടു ജെ സൈ പ്ലസ് ഇ റേസ് ടു ജെ 2 ജെ സൈ, ഇവിടെ n minus 2, sorry n minus 1, n minus 2, and ഇവിടെ n സൈ. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അപ്പൊ എന്താ എ എഫ്? -1 പ്ലസ് ഇ റേസ് ടു ജെ എൻ സൈ ബൈ -1 പ്ലസ് ഇ റേസ് ടു ജെ സൈ. അത് നമ്മള് ഈ ഒരു ഫോർമാറ്റിലോട്ട് ആക്കുവാണ്. ഇതെന്ന് പറയുന്നത് എന്താ? 2 sin n by 2 സൈ അല്ലേ? അപ്പൊ ഇതും 2 sin സൈ ബൈ 2. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റുന്നത്. 2 ഗെറ്റ് ക്യാൻസൽഡ്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുക. ഇഫ് ഇതാണ് അറേ ഫാക്ടറിന്റെ ഫോർമുല. ഇതാണ് ഡിറൈവ് ചെയ്ത് എടുക്കേണ്ടതാണ് ഈ അറേ ഫാക്ടറിന്റെ ഫോർമുല. ഇഫ് ഈ സൈ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്, നമ്മൾ ഈ പഠിച്ചിട്ടില്ലേ സൈൻ തീറ്റ ബൈ തീറ്റയുടെ ഇത് ഭയങ്കര കുറവാണ്, നമ്മൾ തീറ്റ ആയിട്ട് എടുക്കൂലേ, അതുപോലെ സൈൻ സൈ ബൈ 2 ഇസ് വെരി മച്ച് ലെസ്, വി ഗെറ്റ് ആസ് സൈ ബൈ 2, വി ടേക്ക് ഇറ്റ് ആസ് സൈ ബൈ 2. ദാറ്റ് ഇസ് അറേ ഫാക്ടറിന്റെ ഫോർമുല. ഇത് നമ്മൾ ഈ നല്ല മാക്സിമം മിനിമം ഹാഫ് പവർ പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ഓരോ ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ നൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? ഈ സൈൻ n by 2 ഈ മൊത്തത്തിൽ നൾ എന്ന് പറയുമ്പോൾ എന്താ? ദിസ് ഷുഡ് ബി 0, റൈറ്റ്? ഇഫ് ദിസ് ഷുഡ് ബി 0, ന്യൂമറേറ്റർ ഷുഡ് ബി 0. സൈൻ എപ്പോഴാണ് 0 ആവുന്നത്? നമുക്ക് n 1 2 3 ആ ഇന്റീജർ വാല്യൂസ് വരുമ്പോൾ n പൈ വരുമ്പോ സൈൻ 0. നമുക്കൊരു ഫോർമുല എഴുതി കൊടുക്കുന്നതാണ്. സെയിം തിങ് മാക്സിമം ആണെങ്കിൽ എന്താ? തീറ്റ ഷുഡ് ബി ഈക്വൽ ടു തീറ്റ. മാക്സിമം വാല്യൂവിന്റെ എന്താ? പ്ലസ് ഓർ മൈനസ് എം പൈ എന്ന് കൊടുക്കുക. എം എന്നുള്ള മാക്സിമം വാല്യൂയുടെ അതിന്റെ ഒരു ഫോർമുലയാണിത്. അതുപോലെ നമ്മൾ എല്ലാ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഓരോരോ ഫോർമുല ഉണ്ട്. ഓക്കെ, ഇനി ബ്രോഡ് സൈഡും എൻഡ് ഫയർ അറേയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ബ്രോഡ് സൈഡ് അറേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് മാക്സിമം എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രിയിലും നൾ ഫാക്ടർ തീറ്റ ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് ബ്രോഡ് സൈഡ് അറേ എന്ന് പറയുന്നത്. കെ ഡി കോസ് തീറ്റ പ്ലസ് ബീറ്റ ആണല്ലോ. തീറ്റ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് തീറ്റയിലെ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ 0 പ്ലസ് ബീറ്റ പെർ ബീറ്റ 0 ആവും. അതാണ് ബ്രോഡ് സൈഡ് അറേയില്. ഓക്കെ, അപ്പൊ തീറ്റ 90 ഡിഗ്രിയിലാണ് മാക്സിമം വരിക. ബട്ട് ഈ ഡി എന്ന് പറഞ്ഞാൽ ഷുഡ് നെവർ ബി എൻ ലാംഡ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ബിക്കോസ് ഇഫ് ഇറ്റ് ഇസ് എൻ ലാംഡ, ഈ ബ്രോഡ് സൈഡ് അറേ കൂടാതെ ഒരു എൻ ഫയർ അറേ കൂടി ഫോം ആവും. അതിനെ വിളിക്കുന്ന പേര് ഗ്രേറ്റിംഗ് ലോബ്സ് എന്ന് പറഞ്ഞിട്ട്. അത് വേറൊരു കോൺസെപ്റ്റാ. ജസ്റ്റ് പറഞ്ഞത് ഇത് ഗ്രേറ്റിംഗ് ലോബ്സ് എന്നാണ് നമ്മൾ പറയാ. ബിക്കോസ് നമ്മൾ ബ്രോഡ് സൈഡ് എൻഫയർ ഏതെങ്കിലും ഒന്നെപ്പോഴും ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ രണ്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗ്രേറ്റിംഗ് ലോബ്സ്, വിച്ച് ഇസ് നോട്ട് ഗുഡ് ഫോർ പ്രാക്ടീസ് ഓൾസോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡി ലെസ് ദാൻ എൻ ലാംഡേ നമ്മൾ മാക്സിമം ബ്രോഡ് സൈഡ് ആർക്ക് ഉണ്ടാക്കുന്നു. ഓക്കെ, ദിസ് ഇസ് ദ സെയിം തിങ്. ഡി മാക്സ് എപ്പോഴും ലെസ് ദാൻ ലാംഡേ ആയിരിക്കണം.
ഓക്കെ, ഇത് ഐ തിങ്ക് സെക്കൻഡ് ഇന്റേണൽ ക്വസ്റ്റൻ ആയിരുന്നു ഈ രണ്ട് ഫിഗർ വന്നിട്ട് ഇൻഫർ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ ഇതെന്താ, ഇതൊരു ബ്രോഡ് സൈഡ് അറയാണ് വിത്ത് തീറ്റ 90 ഡിഗ്രി മാക്സിമം. ആൻഡ് ഇതിൽ എന്താ, ഇത് ഗ്രേറ്റിംഗ് ലോബ്സ് ഇല്ല, ബ്രോഡ് സൈഡ് മാത്രമേ ഉള്ളൂ, ഡി ലെസ് ദാൻ ലാംഡ ആയതുകൊണ്ട്. ഇതാണെങ്കിൽ എന്താ, എൻ ഫയറും ഉണ്ട് ബ്രോഡ് സൈഡ് ഉണ്ട്. അതിന്റെ അർത്ഥം ദിസ് ഇസ് ഗ്രേറ്റ്, ഡി വിൽ ബി ഗ്രേറ്റർ ദാൻ ലാംഡ, അതുകൊണ്ടാണല്ലോ ഗ്രേറ്റിംഗ് ലോബ്സ് വന്നത്. അത് ഇൻഫർ ചെയ്യേണ്ടത്. പ്ലസ് ഈ ബ്രോഡ് സൈഡിന്റെ എൻഫയറിനെ കുറച്ചും കൂടി എഴുതാം. ആൻഡ് ഈ എൻഫയർ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് ഓർഡിനറി എൻഫയർ, അതായത് തീറ്റ ഈക്വൽ 0 ഡിഗ്രിയിലും തീറ്റ ഈക്വൽ 180 ഡിഗ്രിയിലും ആയിരിക്കും ഇതിന്റെ മാക്സിമം എന്ന് പറയുന്നത് വരുന്നത്. അപ്പോ തീറ്റ ഈക്വൽ 0 ഡിഗ്രി മാക്സിമം ആണെങ്കിൽ എന്താ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബീറ്റ ഈക്വൽ -kd വരും. തീറ്റ ഈക്വൽ 180 ഡിഗ്രി ആണെങ്കിൽ എന്താ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ബീറ്റ ഈക്വൽ +kd വരും. ഈ ഓർഡിനറി എൻഫയർ അല്ലാതെ തന്നെ നമുക്ക് ഇതിന്റെ ഡയറക്ടിവിറ്റി കൂട്ടാനായിട്ട് നമ്മൾ വേറൊരു എൻഫയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് കോൾഡ് ഹാൻസൺ ബുഡിയാർഡ് എൻഫയർ. അതിന്റെ കുറച്ചും കൂടി ഡയറക്ടിവിറ്റി വിൽ ബി മോർ എൻഹാൻസ്, ബട്ട് നമ്മൾ വേറെ ഒരു ക്യാരക്ടറിനും ഒന്നും മാറ്റുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇവിടെ എന്താ പഠിച്ചത്, ഓർഡിനറി എൻഫയർ മാക്സിമം റേഡിയേഷൻ തീറ്റ ഈക്വൽ 0 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലും ബീറ്റ ഈക്വൽ +kd -kd ആയിരിക്കും. ഇവിടെയാണെങ്കിൽ തീറ്റ ഈക്വൽ 0 ഡിഗ്രിയിലും സൈ വന്നിട്ട് തീറ്റ 0യിലും തീറ്റ 180യിലും ഓരോരോ വാല്യൂസ് ഉണ്ട്. ആൻഡ് തീറ്റ ഈക്വൽ 0, തീറ്റ 0 180 ഡിഗ്രിയും സൈക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ ഡയറക്ടിവിറ്റിയാണ്. ഈ ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഈ ഫിഗർ എന്താ, ഓർഡിനറി വുഡിയാർഡ് ആണെങ്കിൽ എന്താ, ഹാഫ് പവർ ബാൻഡ് വിഡ്ത്ത് ഇതിനേക്കാളും കൂടുതലാണ്, പക്ഷെ സൈഡ് ലോബ് ലെവലും അതുപോലെ കൂടുതലാണ്. ഈ സൈഡ് ലോബ് ലെവൽ കൂടുതൽ വരുന്നത് അത്രയ്ക്ക് ഡയറക്ടിവിറ്റി ഇൻക്രീസ് ആവില്ല. പക്ഷെ ഹാൻസൺ വുഡിയാർഡ് സൈഡ് ലോബ് കുറവായതുകൊണ്ട് കൂടുതൽ ഡയറക്ടിവിറ്റി ആയിരിക്കും. -8.9 ഉള്ളൂ, അപ്പൊ ഹയർ ഡയറക്ടിവിറ്റി ആണ്. ജസ്റ്റ് ഡയറക്ടിവിറ്റി ഡയറക്റ്റ് ഫോർമുലാസ് ആണ്. ബ്രോഡ് ആണെങ്കിൽ 2l/λ, എൻഫയർ ഓർഡിനറി 4l/λ. This which is like the just 1.8. It's not 2, it's 1.8. That's it. The direct substitution of formulas. Okay. Module 2 അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? മൊഡ്യൂൾ 2 ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ സ്പീഡ് ആയോ? ഓക്കെ ഓക്കെ മൊഡ്യൂൾ 3. ഓക്കെ, യാഗിയുടെ ആന്റിനൈസിലേക്ക് ഞാൻ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു സംഭവം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ യാഗിയുടെ ആന്റിനയിൽ 3 എലമെന്റ്സ് ആണ് നമുക്ക് മേജർ ആയിട്ടുള്ളത്. ഇവിടെ കണ്ടോ, ഈ ഒരു ഡ്രിവൺ എലമെന്റ്, ദാറ്റ് ഇസ് എ ഫീഡ് എലമെന്റ്. ഇവിടേക്കാണ് ഈ ഫീഡ് കൊടുക്കുന്നത്. അതാണ് ഓക്കെ ഫീഡ് കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് റിഫ്ലക്ടർ, വിച്ച് ഇസ് ബാക്ക് ഓഫ് ദി ആന്റിന, റിഫ്ലക്ടർ. ആൻഡ് ഇത്രയുമാണ് ഡയറക്ടേഴ്സ്. These 3 are the major important elements of a യാഗിയുടെ ആന്റിന. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്നും ഫീഡ് കൊടുക്കുന്നില്ല, കണ്ടോ, ആകെ ഫീഡ് ഇവിടെ മാത്രം കൊടുക്കുക. അപ്പൊ ഇവിടേക്കൊക്കെ എങ്ങനെ കറണ്ട് കിട്ടുന്നത്, മ്യൂച്വൽ കപ്ലിംഗ് വഴി ഇവിടേക്ക് മാത്രം നമ്മൾ കൊടുക്കുള്ളൂ. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇത് ആകെ ഒരു യൂണി ഡയറക്ഷൻ ആണ്, വേറെ എവിടേക്കാണ് ചെയ്യുന്നത്, യൂണി ഡയറക്ഷണൽ. ആൻഡ് ഇറ്റ് ഓപ്പറേറ്റ്സ് എൻ ഫയർ ആണ്. അതിനെ കുറിച്ച് അതൊക്കെ ഫീഡ്, റിഫ്ലക്ടർ ആൻഡ് ഡയറക്ടേഴ്സ്. ആൻഡ് this കുറച്ചൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സ്പേസിംഗ് ബിറ്റ്വീൻ ദ എലമെന്റ്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ പാരസിറ്റിക് എലമെന്റ്സ് പറയുന്നത് ഡയറക്ടറും റിഫ്ലക്ടറും ആണ്. ഡിറ്റർമൈൻ ദി ഫേസ് ഓഫ് ദി കറന്റ് ത്രൂ ദ ആന്റിന. അപ്പോ ഇതിന്റെ സ്പേസിംഗ്, ഈ സ്പേസിംഗും ലെങ്ത്തും ആണ് ഫേസ് ഓഫ് ദ കറന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു നോൺ ലീനിയർ അറിയാം, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഐഡന്റിക്കൽ. സ്പേസിംഗ് can be different everywhere, it's different, so this is not identical ആന്റിന. That's why it's called a non-linear array. That's important. It's called a non-linear array. ഇനി എന്താ, ഈ റിഫ്ലക്ടർ എന്ന് പറയുന്നത് ഡ്രിവൺ എലമെന്റ്സിനെക്കാളും കുറച്ചും കൂടി കൂടുതൽ ലെങ്ത് ആണ്. ഓക്കെ, കൂടുതൽ ലെങ്ത് ഉള്ള സാധനത്തെ നമ്മൾ വിളിക്കുന്നത് ഇൻഡക്റ്റീവ് ആണ്. ഇൻഡക്റ്റീവ്, സോ ഇൻഡക്റ്റീവ് വാട്ട് ഇറ്റ് ലാക്സ് by lambda by 2. So it lacks the phase by lambda by 2. In directors എന്താ, this is like slightly smaller than the driven elements. So that's why directors are called capacitive, and capacitive leads. Okay, capacitive leads the current. അതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. This is typical values. ഇംപിഡൻസ് മാച്ചിങ് ടെക്നിക്സ്. അപ്പൊ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് കൂട്ടാനായിട്ട് വിതൗട്ട് എഫക്ടിങ് എനി അതർ പാരാമീറ്റേഴ്സ് നമ്മൾ ഒരു സ്റ്റെപ്പ് എലമെന്റ് യൂസ് ചെയ്യും, വിച്ച് ഇസ് കോൾഡ് എ ഫോൾഡഡ് ഡൈപോൾ. അപ്പൊ നമുക്ക് ബേസിക്കലി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുവാണെങ്കിൽ, ഇൻപുട്ട് ഇംപിഡൻസ് is this, which is most widely used.
ബട്ട് ദിസ് ഡസ് നോട്ട് മാച്ച് അല്ലെ. 50 ആണ് നമ്മുടെ ഒരു കോമൺ ഇൻപുട്ട് ഇംപെഡൻസ്. ദിസ് ഡസ് നോട്ട് മാച്ച്. അതുകൊണ്ട് നമ്മൾ 73 ഇൻറ്റു 4 ടൈംസ് ചെയ്യുക, വിച്ച് ഇസ് 292. ഇതെന്ന് പറയുന്നത് ഇപ്പൊ 300ന്റെ കൂടെ നല്ല മാച്ചാ, ലൈക്ക് ഓൾമോസ്റ്റ് മാച്ചാ. സോ സി, by just folding the dipole 4 times without we are not affecting any other parameters, just ഈ ഒരു സംഭവത്തെ നമ്മൾ 4 times fold ചെയ്തതും we get this 292 ohms, which is like matching the dipole of the twin layer transmission line. Okay, that's ഞാൻ ജസ്റ്റ് പറഞ്ഞത് ഈ ഫോൾഡഡ് ഡൈ എന്താ പറയാ, ഈ ആഗിയുടെ ആന്റിയുടെ ഫോൾഡഡ് ഡൈപോൾ ക്യാൻ ബി യൂസ് എസ് എ ഫീഡ് എലിമെന്റ് ഓൾസോ. യാ, ഞാൻ പറഞ്ഞു തന്നെയാ ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ടും പറയുന്നത്. ഹെലിക്കൽ ആന്റിന. ഹെലിക്കൽ ആന്റിന വന്നിട്ട് നമുക്ക് രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷനിലാണ് വർക്ക് ചെയ്യുക. ഒന്നെങ്കിൽ നോർമൽ മോഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്സിയൽ മോഡ് ആയിരിക്കും. അപ്പൊ ഒരു കണ്ടക്ടിങ് ഇതെന്ന് പറയുന്നത് ഒരു കോആക്സിയൽ ട്രാൻസ്മിഷൻ ലൈൻ ആണ്. ഓക്കെ, അതിന്റെ കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു റൗണ്ട് എന്താ പറയാ, ഫോം ഓഫ് ഒരു ത്രെഡ് പോലെ, ലൈക്ക് ഒരു ത്രെഡ് പോലെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് ഈ ഹെലിക്സ് എന്ന് പറയുന്നത്. സോറി, അതാണ് ഈ ഹെലിക്കൽ ആൻജിന എന്ന് പറയുന്നത്. കോആക്സിയൽ ട്രാൻസ്മിഷൻ കണക്ട് ആയിട്ട് ടേൺസ് ആയിട്ട് ഈ ത്രെഡ് പോലെ കണക്ട് ആണ് ഹെലിക്കൽ ആൻജിന. അപ്പോ ഈ നമ്മൾ ഫോർമുല ഉണ്ടാക്കിയിരിക്കുകയാണ്, ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ, ഡയമീറ്റർ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ഫോർമുലയാണിത്. പ്ലസ് ഇതെന്താണ്, ഇതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് ഫുൾ ഒരു റൊട്ടേഷൻ, അതാണ് ലെങ്ത്. അതിന്റെ കുറച്ച് ഫോർമുലാസ് ആണ്. അപ്പൊ ഈ പിച്ച് ആംഗിൾ മൊത്തം 0 ആയി കഴിഞ്ഞാൽ എന്താ, ഇതെന്താ ഫുൾ ഫ്ലാറ്റൺ ആവും, ഫൈൻഡിങ് മൊത്തത്തിൽ ഫ്ലാറ്റൺ ആവും, ഇതൊരു ലൂപ്പ് ആയിട്ട് മാറും, ബിക്കോസ് ഒരു ആംഗിൾ ഉണ്ടാവില്ല. 90 ആണെങ്കിൽ എന്താ, 90 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു പെർപെൻഡിക്കുലർ സ്ട്രെയിറ്റ് ഒരു ലീനിയർ വയർ ആയിട്ട്. ഓക്കെ, ടു മോഡ്സ് ഞാൻ പറഞ്ഞു, നോർമൽ മോഡ് ആൻഡ് ആക്സിയൽ. ആക്സിയൽ മീൻസ് എൻഫയർമെന്റ്. നോർമൽ മോഡ് എന്ന ബ്രോഡ് സൈഡ് അറിയുമ്പോൾ, വിച്ച് മീൻസ് ദിസ് ഇസ് നോർമൽ. മാക്സിമം എന്ന് പറയുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. ആൻഡ് എൽ എന്ന് പറയുന്നത് എഫ്റ്റീൻ ലെസ് ദാൻ ലാംഡ. ഈ ഒരു പാറ്റേണിലായിരിക്കും ഇത് വരുന്നത്. പ്ലസ് ഇത് വന്നിട്ട് ഒരു ഷോർട്ട് ഡൈപോൾസും ലൂപ്സും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ലൂപ്സ് എന്ന് പറഞ്ഞാൽ പാരലൽ ആയിരിക്കും. ലൂപ്സ് എല്ലാത്തിലും പാരലൽ ആയിരിക്കും. ഇതൊരു നോർമൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും ലൂപ്സ് എല്ലാത്തിലും പാരലലും ആയിരിക്കും. അപ്പൊ ജസ്റ്റ് 3 സ്പെഷ്യൽ കേസാണ് നമ്മുടെ ഈ വാല്യൂസ് എങ്ങനെ മാറുമ്പോഴാണ് ഈ എഫക്റ്റീവ് ഇതുണ്ടല്ലോ, ഇതെങ്ങനെ മാറുമ്പോൾ ഓരോരോ പോളറൈസേഷൻ മാറുന്നതാണ്. ബേസിക്കലി യൂസ് ചെയ്യുന്നത് എലക്ട്രിക്കൽ ആണ് ആന്റിനയ്ക്ക്. ഇവിടെ നമ്മൾ ലീനിയറും വെർട്ടിക്കലും ആയിട്ട് എ ആറിന്റെ വാല്യൂ മാറുമ്പോൾ അത് മാറും. പിന്നെ ആക്സിയൽ മോഡ് എന്ന് പറയുമ്പോൾ എൻഫയർ ആണ്, വിച്ച് ഇസ് അലോങ് ദി ആക്സിസ്. അപ്പൊ ഏറ്റവും കൂടുതൽ മൈനർ ലോബ്സ് ഒബ്ലീക്ക് ആംഗിൾ ടു ദ ആക്സിസ് ആയിരിക്കും, ഒരു മേജർ ലോബേ ഉണ്ടാവുള്ളൂ. ആൻഡ് മാക്സിമം റേഡിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അലോങ് ദ ആക്സിസും ആയിരിക്കും. ഇതിൽ സംതിങ് ലൂപ്സ് ഓർ ഡൈപോൾസ് നമ്മുടെ മറ്റേ ബ്രോഡ് സൈഡ് നോർമൽ മോഡിൽ ഉള്ള പോലത്തെ ഇത് ദിസ് ഇസ് എന്താ പറയുക, ലൂപ്സ് ഓർ ഡൈപോൾസ് ഇതിലുണ്ടാവില്ല. ഇത് ജസ്റ്റ് സർക്കുലർ പോളാരിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സിയും എസും ആൽഫയുടെയും ടിപ്പിക്കൽ വാല്യൂസ് ആണ്. ഇതും ഡയറക്റ്റ് ഡെറിവേഷൻ ഒന്നും ഇല്ല, ഡെറിവേഷൻ ഉണ്ട് ബട്ട് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഓരോരോ ഫോർമുലാസ് ആണ് കണ്ടുപിടിക്കാനായിട്ട്. എക്സാമിന് കണ്ടിട്ടുണ്ട്. ബൈക്കോണിക്കൽ ആന്റിനയാണ്. ബൈക്കോണിക്കൽ ആന്റിനകളിലെ ദിസ് ഇസ് ടു കോൺസ്. രണ്ട് കോൺ എന്ന് പറയുന്നത് തിരിച്ചു വെച്ചിരിക്കുക അറ്റാച്ച് ചെയ്തിട്ട്, അതാണ് ഈ ബൈക്കോണിക്കൽ ആന്റിന എന്ന് പറയുന്ന സംഭവം. ആൻഡ് ഇതിനെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്പിയർ ആയിട്ട് എല്ലാ സ്ഥലത്തിലോട്ടും റേഡിയേഷൻ പോകും. ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഇതിന്റെ റേഡിയേഷൻ എന്ന് പറയുന്നത്. യൂണിഫോം ആയിട്ട് സ്പെരിക്കൽ വേവ്സ് പുറത്തു പോകുന്ന ഒരു റേഡിയേഷൻ പാറ്റേൺ ആണ് ഇതിന്റെ. ഓക്കെ, ഇത് ഫോർമുലാസ് ആണ് നമ്മൾ മറ്റേ ഇൻഫിനിറ്റീസിലുള്ള H0യുടെയും H5യുടെയും പഠിച്ചില്ല. ഈ തീറ്റ ഇസ് തീറ്റ ഓഫ് H5യും ഫോർമുലാസ്.
Iconical antenna, yeah. It's actually a broadband antenna. നമ്മൾ ഈ കോൺ ആംഗിൾ കൂടുന്തോറും ഇത് ആക്ച്വലി ബ്രോഡ് സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. അത് നമ്മളിതിന്റെ ബ്രോഡ് ബാൻഡ് ആന്റിന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ലോക്ക് പീരിയോഡിക് ആന്റിന. അപ്പോ ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് ആന്റിന എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫ്രീക്വൻസി മാറുന്നത് വേറെ കോമ്പോണൻസ് ഒന്നും മാറില്ല. അതായത് ഇംപിഡൻസ് ആയാലും പാറ്റേൺ ആയാലും ഫംഗ്ഷൻ ഓഫ് ഫ്രീക്വൻസിയിൽ അത് മാറില്ല. അതാണ് ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് ആന്റിന എന്ന് പറയുന്നത്. അപ്പോ അങ്ങനത്തെ ഒരു ആന്റിനയാണ് ഈ ലോഗ് പീരിയോഡിക് ആന്റിന. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ലോഗരിതമിക്കും ഇൻപുട്ട് ഇംപിഡൻസിനെയും ബേസ് ചെയ്തിട്ട് ഒരു ലോഗ് പീരിയോഡിക് ആന്റിന വെച്ച വേവ് ഫോം. ജസ്റ്റ് പാറ്റേൺ, ലൈക്ക് ലോഗ് പീരിയോഡിക് ആന്റിനയുടെ പാറ്റേൺ പോകുന്നത് ഇങ്ങനെയാണ്. ഡയറക്ഷനിലോട്ട് ടു കോപ്ലാനാർ ആംസ് പോലെ ഉണ്ടാവുമല്ലോ. ടു ആംസ് ആണ് വിച്ച് ഇസ് ലൈക്ക് ഫീഡ് ഇസ് ഗിവിംഗ് നമുക്ക് ടു കോപ്ലാനാർ ആംസ് കിട്ടും. അതാണ് ഇവിടെ പാസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒരു യാഗിയുടെ ആന്റിനയുടെ കുറച്ചൊരു കമ്പാരിസൺ ആണ്. കൂടുതൽ ബാൻഡ് വിഡ്ത്ത് കൂടുതൽ എവിടേക്കാ. ഓക്കെ, സോ ഇത് കൂടിക്കൂടി വരുമല്ലേ. അപ്പൊ ഓരോരോ ഡിസ്റ്റൻസിനേക്കാളും മറ്റേ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടിക്കൂടി വരിക. അതാണ് നമ്മൾ ഇങ്ങനെ ഒരു ജോമെട്രിക് റേഷ്യോ പോലെ ഇതൊന്ന് എഴുതിയിരിക്കുക. 1/2 എന്ന് പറയുന്നത് L2/L1, അതായത് L കൂടുക n+1/n, ജസ്റ്റ് ഒരു ഫോർമുല പോലെ എഴുതിയിരിക്കുകയാണ്. അപ്പൊ എന്താ, ഇതിൽ കമ്പാരിസൺ ആട്ടോ. യാഗിയുടെ ആൻസർ നമുക്ക് ആ ഒരു ഫീഡ് ലൈനേ ഉള്ളൂ. എന്നാൽ ഒറ്റൊരു ഫീഡിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ അതാണ് ഈ മ്യൂച്വൽ കപ്ലിംഗ് വഴി കൊടുക്കുന്നത്. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് ഈ സ്മോൾ എൻ സ്ട്രക്ചറിൽ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇറ്റ് ക്യാൻ ബി സ്ട്രേറ്റ് കണക്ഷൻ, ഇങ്ങനെ ഒരു ഫീഡ് കൊടുത്ത് ഇങ്ങനെ ഒരു കണക്ഷനും വരാം, അല്ലെങ്കിൽ ഒരു ക്രിസ് ക്രോസ് പോലത്തെ കണക്ഷൻ വരും. അല്ലേ, അപ്പൊ ഈ ക്രിസ് ക്രോസ് കണക്ഷൻ വരുമ്പോൾ നമ്മൾ ആക്ച്വലി ലാർജറിലോട്ടാണ് ഫീഡ് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഷോർട്ടർ ഡേപ്പോഴും നമ്മൾ ഫീഡ് കൊടുക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് സെയിം തിങ് മറ്റേതുപോലെ എന്താ പറയാ, എലമെന്റ്സ് സ്മോളർ ദാൻ λ/2 ആണെങ്കിൽ ഇൻഡക്റ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ കപ്പാസിറ്റീവ് ആയിരിക്കും. അതാണ് ഈ 3 റീജിയൻസിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ജോമെട്രിക് റേഷ്യോ, അതിന്റെ ഒരു ഫോർമുലയാണ്. This is horn antenna. ഹോൺ ആന്റിന ബേസിക്കലി ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഹോൺ ആന്റിനയുടെ ക്വസ്റ്റ്യൻസ് കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുറെ ഫോർമുലാസ് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോ അതിനെ പറയാൻ നമ്മൾ ഈ ഹോൺ ആന്റിനയുടെ ഒരു സ്ട്രക്ചർ നമ്മളിങ്ങനെ ഡിപ്പെക്ട് ചെയ്ത് വരച്ചിരിക്കുക. അപ്പൊ ഇതിന് നമ്മൾ ടാൻ തീറ്റ കോസ് തീറ്റ എടുക്കുക. അപ്പൊ ഇതാണ് മൊത്തത്തെയാണ് തീറ്റ. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ θ/2 ആയിരിക്കുമല്ലോ. അപ്പൊ കോസ് θ/2 എന്ന അഡ്ജസൻറ്റ് ഇത് സെയിം തിങ്, സൈനും ടാനും അങ്ങനെ എടുക്കുക. ഇത് വെച്ചിട്ട് കുറച്ച് ഫോർമുലാസ് ഉണ്ട്, അത് പ്രോബ്ലംസ് ഉണ്ട്, അത് നോക്കണം ഓൺലൈനിൽ. അപ്പോ ഇതാണ് ആക്ച്വലി ജസ്റ്റ് ഫിഗർ. ഈ പ്ലെയിൻ ആണെങ്കിൽ എച്ച് പ്ലെയിൻ, പിരമിഡൽ ആൻഡ് കോണിക്കൽ. ആൻഡ് ഹോൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നമ്മൾ കൂടുതലും പ്രോബ്ലംസ് ഇത് എന്താന്ന് വെച്ചിട്ട് കുറവാ, ജസ്റ്റ് ഇത് ലിസ്റ്റ് വായിക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, റിഫ്ലക്ടർ ആന്റിന. ഓക്കെ, റിഫ്ലക്ടർ ആന്റിന ഇസ് ബേസിക്കലി 2 ടൈപ്സ് ഉണ്ട്, കാസഗ്രെയിനും പാരബോളിക് റിഫ്ലക്ടർ. ഇതെന്ന് പറയുന്നത് കണ്ടോ, ഒറ്റൊരു ഫീഡാ. ഈ ഫോക്കൽ പോയിന്റ്സിലോട്ട് മാത്രമാണ് നമ്മൾ ഈ ഫീഡ് കൊടുക്കുന്നതും അത് അവിടെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഫോക്കൽ പോയിന്റ് അവിടെ കൺവേർട്ട് ചെയ്ത് കണ്ടോ ഇങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്. ഇവിടെ കൺവേർട്ട് ചെയ്യും, എന്നിട്ട് സ്പ്രെഡ് ആവും. ഈ സിമെട്രിക്കൽ പോയിന്റ്സ് ഇതാണ് നമ്മൾ വേർട്ടെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് പാരലൽ ആയിട്ട് ഇമേജ് ചെയ്യുന്നതുകൊണ്ട് ദീസ് ആർ യൂഷ്വലി കോൾഡ് ആസ് കോളിനേറ്റഡ് എന്ന് പറയും. ബിക്കോസ് ദീസ് റേസ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് പാരലൽ ആയിട്ടാണ് വരുന്നത്.
അപ്പോ ഈ അറേഞ്ച്മെന്റ് ആസിസിലേക്ക് ഈ ഫ്രണ്ട് ഫെഡ് ഇതിനെ ആക്ച്വലി വിളിക്കുന്ന പേരാണ് ഫ്രണ്ട് ഫെഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫ് ദി ആന്റിനാണ് വെച്ചേക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. സോ ദിസ് ഇസ് കോൾഡ് ആസ് ഫ്രണ്ട് ഫെഡ് അറേഞ്ച്മെന്റ്. ആൻഡ് ഇതിന് കുറെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ബിക്കോസ് ഇത് മൊത്തത്തിൽ നമ്മൾ വെച്ചേക്കുന്ന അവിടെ എത്താനുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരെയാണെങ്കിൽ അത്രയ്ക്ക് ചിലപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഈ ലൈനോട് പാരലായിട്ട്. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് വരാം. അപ്പൊ നമ്മൾ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ യൂസ് ചെയ്യേണ്ടി വരും. ലോങ് ട്രാൻസ്മിഷൻ ലൈൻ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ നോയ്സും ഭയങ്കര ലാർജ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് വരാം. നമുക്ക് എന്താ പറയാ അതുകൊണ്ട് നമ്മൾ ഫോക്കൽ പോയിന്റിന്റെ അടുത്തോട്ട് സ്ഥലത്ത് വെക്കും. ബിക്കോസ് ലോങ് ട്രാൻസ്മിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇത് അടുത്ത നമ്മൾ കെസഗ്രീൻ ഫീഡും ഉണ്ട്, പാരബോളിക് അതായത് ഫ്രണ്ട് ഫീഡും ഉണ്ട്. ഇനി കെസഗ്രീൻ ഫീഡ് എന്ന് പറയുമ്പോൾ 2 റിഫ്ലക്ടർ, ഒന്ന് സൂപ്പർ സോറി ഹൈപ്പർ ബോളയും സൂപ്പർ ബോളയും. അപ്പോ 2 റിഫ്ലക്ടർ ആണ് ഉള്ളത്. ആൻഡ് ഇവിടേക്കാ നമ്മൾ ഈ ഇതെന്ന് പറയുന്നത് ബാക്ക് സൈഡ്, ഫോക്കൽ പോയിന്റ് ബാക്കിലായിട്ട് നമ്മൾ ഈ ഫീഡ് വെച്ചേക്കുന്നത്. അവിടെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പാരലായിട്ട് തന്നെ ആയിരുന്നു വരുന്നത്. ബട്ട് ദിസ് ഇസ് കെപ്റ്റ് ബിഹൈൻഡ് വെച്ച കാരണം അത്ര കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരില്ല. അപ്പൊ ആ ഒരു ഫ്രണ്ട് ഫീഡിൽ വരുന്ന ഒരു ഇത് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. ഡിസഡ്വാൻറ്റേജിനെ ഇത് കാരണം എലിമിനേറ്റ് ആവും. അപ്പോ കുറച്ചും കൂടി കൂടുതൽ ആക്സസിബിൾ ആണ്. ഓക്കെ, കാസഗ്രീൻ ഫീഡ് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണ് മറ്റേ പാരബോളിക്കിനേക്കാൾ. ഇത് പാരബോളിക്കിന്റെ 2 ടൈപ്സ് ആണ്, സിലിണ്ടറും പാരബോളോയിഡും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിലേക്ക് ഒരു ഫുൾ ഇത് FNBW ഫുൾ പവർ ബാൻഡ് വിഡ്ത്ത് തന്നിട്ട് ഡയാമീറ്റർ കണ്ടുപിടിക്കാനായിട്ട്. ബേസിക്കലി നമ്മൾ ഇത് തന്നിട്ടുണ്ടെങ്കിൽ എഫ് വന്നിട്ടുണ്ടാവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാം. പിന്നെ അത് ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഗെയിൻ കണ്ടുപിടിക്കാം. ഗെയിൻ കിട്ടിയ ഡയറക്ടിവിറ്റീസ് എഫിഷ്യൻസി ഇൻറ്റു ഗെയിൻ അല്ലേ, അത് വെച്ചിട്ട് ഡയറക്ടിവിറ്റി കണ്ടുപിടിക്കാം. അങ്ങനത്തെ ഒരു പ്രോബ്ലം സെക്കൻഡ് ഇന്റേണലിൽ വന്നായിരുന്നു. മൈക്രോസ്ട്രിപ്പ് ആന്റിനയും കൂടി വരുന്നുണ്ട്. മൈക്രോസ്ട്രിപ്പ് പാച്ച് ആന്റിനയാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മളെല്ലാവരും പഠിച്ചാണ് മൈക്രോസ്ട്രിപ്പ് പാച്ച് ആന്റിന നമ്മുടെ ലാബില് വേണ്ടിയിട്ട്. 3 ഇമ്പോർട്ടന്റ് ആണല്ലോ ഉള്ളത്: പാച്ച്, ഗ്രൗണ്ട് പ്ലെയിന്, സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റ് ആണ് മിഡില്, മുകളിൽ ഗ്രൗണ്ട് പ്ലെയിന്, പാച്ച് മുകളിൽ. FR4 ആയിരിക്കും നമ്മുടെ സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ട്രാൻസ്മിഷൻ കുറെ ഉണ്ട് കേട്ടോ. കോവാക്സ് ഞാൻ പറഞ്ഞത് ഡൈഇലക്ട്രിക് സബ്സ്ട്രേറ്റ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലായിരിക്കും. ആൻഡ് ആ ലാർജർ ബാൻഡ് വിഡ്ത്ത് വേണം. ബിക്കോസ് നമ്മൾ ബേസിക്കലി ഒന്നെങ്കിൽ തിക്ക് സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തിൻ സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യാം. ഈ സബ്സ്ട്രേറ്റ് തിൻ ആണെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻസ് കൂടുതലാവും. അപ്പൊ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടുതലാണെങ്കിൽ എന്താ, എലമെന്റ് സൈസ് കുറവായിരിക്കും, അതുകൊണ്ട് ലോസസ് കൂടുതലായിരിക്കും, എഫിഷ്യൻസി കുറവായിരിക്കും. പക്ഷെ നല്ല തിക്ക് സബ്സ്ട്രേറ്റ് ആണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കുറച്ച് കൂടുന്നതാണെങ്കിലും ബാൻഡ് വിഡ്ത്ത് കൂടുതലായിരിക്കും, എഫിഷ്യൻസിയും കൂടുതലായിരിക്കും. ബട്ട് ജസ്റ്റ് ചെറിയ ഡിസഡ്വാൻറ്റേജസ്, എലമെന്റ് സൈസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ എന്തായാലും ഒരു ട്രേഡ് ഓഫ് വെച്ചിട്ട് വി ഹാവ് ടു സെലക്ട് സബ്സ്ട്രേറ്റ്. മോസ്റ്റ് കോമൺലി നമുക്കിപ്പോ FR4 ആണ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ്. ഇതാണ് വേറെ ഫീഡ് ടെക്നിക്സ് 4 ഉണ്ട്: മൈക്രോസ്ട്രിപ്പ് ലൈൻ, കോവാക്സിയൽ, അപ്പർച്ചർ ആൻഡ് പ്രോക്സിമിറ്റി. അത് 3 ഫീഡ് ലൈൻ. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മൈക്രോസ്ട്രിപ്പ് ആണ്. ദിസ് ഇസ് ലൈക്ക് വെരി ഡിഫിക്കൽട്ട്. പ്രോക്സിമിറ്റി കപ്ലിംഗ് എന്ന് ഭയങ്കര ഡിഫിക്കൽട്ട് ഫാബ്രിക്കേറ്റീവ് ആണ്. ഇതില് നമ്മൾ ആകെ പറയുന്നത് ജസ്റ്റ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതും ഇതിന്റെ കുറെ പാരാമീറ്റേഴ്സും കുറച്ച് എങ്ങനെ ഫാബ്രിക്കേഷൻ നടക്കാം എന്നുള്ള കുറച്ചാണ് നമുക്ക് വായിക്കാനുള്ളത്. റേഡിയേഷൻ മെക്കാനിസം, ദാറ്റ് ഇസ് ലൈക്ക് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് സംഭവമാണ് റേഡിയേഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മുടെ റേഡിയേഷൻ മെക്കാനിസം വേണ്ടി ഫ്രിഞ്ചിങ് എഫക്ട്സ് വരുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പാച്ച് എന്ന് പറയുന്നത് ലെങ്ത്തും വിഡ്ത്തിലും ഫിനൈറ്റ് ആണ്. പക്ഷെ എഡ്ജസിലോട്ട് വരുമ്പോഴാണ് ഈ ഫ്രിഞ്ചിങ് എഫക്ട്സ് നടക്കുന്നത്.
ഓക്കെ, അപ്പൊ ഈ ഫ്രിഞ്ചിങ് ഇഫക്ട്സ് എന്ന് പറയുന്നത് പാച്ച് ആൻഡ് ദി ഹൈറ്റ് ഓഫ് ദി സബ്സ്ട്രേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് പാച്ച് ബൈ L ലെങ്ത് ഓഫ് ദി പാച്ച് ആണ് എച്ച് സബ്സ്ട്രേറ്റ് ഡയറക്ടറി കോൺസ്റ്റന്റ്. ഇതിലാണ് ഈ ഫ്രിഞ്ചിങ് പാറ്റേൺസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുക. മൈക്രോസ്ട്രിപ്പ് ആന്റിന എന്ന് പറയുമ്പോൾ L/H എന്നുള്ള ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് ഫ്രിഞ്ചിങ് കുറയും. ഓക്കെ, L/H ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് ഫ്രിഞ്ചിങ് കുറയും. പക്ഷെ എന്താ, റെസൊണന്റ് ഫ്രീക്വൻസി അപ്പോഴും ഉണ്ടാവും. ഇതിലേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡയറക്ടറി കോൺസ്റ്റന്റ്. പക്ഷെ നമുക്ക് മൊത്തത്തിൽ ഫ്രിഞ്ചിങ് ഇഫക്ട് മൊത്തത്തിൽ കളയാൻ പറ്റില്ല. ബിക്കോസ് എന്താ, റെസൊണന്റ് എഫക്ട് എന്ന് പറയുന്ന സാധനം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എഡ്ജസിലായാലും മൈക്രോസ്ട്രിപ്പ് പാച്ച് അതിന്റെ ഫ്രിഞ്ചിങ് ഇഫക്ട്സ് എന്തായാലും കാണും. അതാണ് ബേസിക്കലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഫ്രിഞ്ചിങ് ആവുന്ന കൊണ്ട് ഇങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അപ്പൊ പാസ് ആവുന്നത്. അപ്പൊ ഫിസിക്കൽ ഡയമെൻഷൻസിനെക്കാളും കൂടുതൽ വലുതായിട്ടായിരിക്കും ഇത് നമ്മൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, നമ്മള് അപ്പൊ ഈ ഫ്രിഞ്ചിങ് എഫക്ട് നടക്കുമ്പോൾ നമ്മുടെ ഉള്ള ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലാതെ നമ്മൾ വേറൊരു എഫക്റ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ കൂടി കൊണ്ടുവരിക ടു ദ പിക്ചർ. ബ്രിങ്ങിങ് എ ന്യൂ എഫക്റ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പൊ അതിന്റെ കുറച്ച് പാരാമീറ്റേഴ്സും എത്ര ഡൈമെൻഷൻസ് എടുക്കാനും അതിന്റെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത്ര ആയിരിക്കണം എഫക്റ്റീവ് ഡയറക്ടറി കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിന്റെ റേഞ്ച് ഇത്രയായിരിക്കണം. ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ കൂടുന്നവരും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് അവിടെ കോൺസെൻട്രേറ്റ് ആവും. അതുകൊണ്ട് എഫക്റ്റീവ് ഡയറക്ടറി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ഫംഗ്ഷൻ ആവും. അങ്ങനെയൊക്കെ പറയും. ഫ്രീക്വൻസി ആണ് നമ്മൾ മാറുമ്പോൾ എഫക്റ്റീവ് ഡയറക്ടറി കോൺസ്റ്റന്റ് മാറും സബ്സ്ട്രേറ്റിന്. അതാണ് ഇവിടെ കാണിക്കുന്നത്. എഫക്റ്റീവ് ഡയറക്ടറി കോൺസ്റ്റന്റ് മാറുമ്പോൾ എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി മാറുന്നത്. ജസ്റ്റ് 3 എക്സാമ്പിൾ എടുത്തിട്ട് കാണിക്കുക. കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് പക്ക ഫോർമുലാസ് ആണ്. ഫ്രീക്വൻസിയും ബിറ്റും എഫക്റ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഒക്കെ വരുമ്പോ എങ്ങനെയാ മാറുന്നത്. ജസ്റ്റ് ഇതൊരു പാച്ചിന്റെ ഇക്വാലന്റ് ട്രാൻസ്മിഷൻ മോഡൽ സർക്യൂട്ട് വിച്ച് കൺസിഡേഴ്സ് ദിസ് ഒരു സസെപ്റ്റൻസ്, റിയാക്ടൻസ്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ആക്ച്വലി തിയറി ആയിട്ട് എത്ര ഉള്ളൂ. കൂടുതലും കുറച്ച് ജിൻസ് കണ്ടായിരുന്നു. ഇതുവരെ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മൊഡ്യൂൾ 3? മൊഡ്യൂൾ 4 എടുക്കണം. മൊഡ്യൂൾ 4 നമ്മുടെ ക്ലാസ്സിൽ തന്നെ മൊഡ്യൂൾ 4 എടുത്താൽ തന്നെ പറഞ്ഞു തരാവുന്ന മൊഡ്യൂൾ 4 വളരെ കുറച്ച്. നമ്മള് എന്താ പറയാ, മെയിൻ ആയിട്ട് ബൈഹാർട്ട് ചെയ്യേണ്ട സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് മൊഡ്യൂൾ 4. ഓക്കെ, പ്രോബ്ലംസ് നോക്കാന്നാണ് വിചാരിച്ചത്. എനിക്ക് എഴുതാനൊന്നും പറ്റാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുള്ള നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാവുമെന്ന്. ഞാൻ ഇന്റേണൽസും പിന്നെ മറ്റേ നിങ്ങളുടെ ഇതാണല്ലോ ഇത് വന്നിട്ട് റീടെസ്റ്റിന്റെ കുറച്ച് ഇത് ആക്ച്വലി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഫോർമുല വെച്ചിട്ട് ചെയ്യുന്ന കേട്ടോ ഇതൊക്കെ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് അറിഞ്ഞുകൂടാ. പ്രോബ്ലം ഡിസ്കസ് ചെയ്യണോ? ജസ്റ്റ് ഇപ്പോ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മാത്രം എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? ഞാൻ എഴുതിയിട്ടുണ്ട്, അത് അയച്ച. ഓക്കെ, പറയാം. ഇത് ഞാൻ പറഞ്ഞു ജസ്റ്റ് റീടെസ്റ്റ് ആണ്. ഇത് ഞാൻ പറഞ്ഞത് ഇത് ഡയറക്റ്റ് ഗെയിൻ ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. RR ഉണ്ട്, RL ഉണ്ട്, ഗെയിൻ ഉണ്ട്. അപ്പൊ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ട RR/RR+RL ആണ്. എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞാൽ ഗെയിൻ ഉണ്ട്. അപ്പൊ എഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഡയറക്ടിവിറ്റി എന്താ, ഗെയിൻ ഈക്വൽ ടു എഫിഷ്യൻസി ഇൻടു ഡയറക്ടിവിറ്റി. സോ വി ക്യാൻ ഫൈൻഡ് ദി ഗെയിൻ. വി ക്യാൻ ഫൈൻഡ് ഡയറക്ടിവിറ്റി. ഇത് ഞാൻ പറഞ്ഞു. ഇതും എല്ലാം ഉണ്ട്. റേഡിയേഷൻ റെസിസ്റ്റൻസ്, ലോസ് റെസിസ്റ്റൻസ്, റിയാക്ടൻസ്, ഇംപിഡൻസ് ആൻഡ് ഇതിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. പവർ സപ്ലൈഡ് ഇൻ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട് PG. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ PG ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ആക്ച്വലി ഡയറക്റ്റ് ഫോർമുലാസ് അല്ല. ഓക്കെ, ഇതെന്ന് പറയുന്നില്ലേ നമുക്ക് Z0 നമ്മളിവിടെ കൊടുക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് 75ഉം നമ്മള് 73 + J42.5 എന്ന് പറയുന്നതാണ് കിട്ടിയ ഒരു ഇംപിഡൻസ് എന്ന് പറയുന്നത്. നമ്മള് കണ്ടായിരുന്നു ആക്ച്വലി ഇൻഫിനിറ്റെസിമൽ ഡൈപോളിൽ, സോറി ഹാഫ് വേവ് ഡൈപോളിൽ. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ കൊടുക്കണം. എന്നാൽ നമുക്ക് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് 2 കിട്ടും. റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ZL - Z0/ZL + Z0 ആണല്ലോ, അത് നമുക്ക് കിട്ടും.
ആൻഡ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കിട്ടിക്കഴിഞ്ഞാൽ VSWR എന്ന് പറയുന്നത് അത് കിട്ടാലോ 1 - 2/1 + 2. ഇനി ഓക്കെ ഈ എലമെന്റ് എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ZO എന്ന് പറയുന്നത് 73 + J42.5 ആ. അപ്പൊ അതിനെ നമ്മൾ മൊത്തത്തിൽ റെസൊനേറ്റ് ചെയ്യണമെങ്കിൽ ഈ +J42.5 എടുത്ത് കളയണം. അപ്പൊ +J42.5 എടുത്ത് കളയണമെങ്കിൽ -J42.5 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതിന്റെ അർത്ഥം ഒരു കപ്പാസിറ്റി സംഭവത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവം ഇൻഡക്ടൻസ് ആണ്. ഓക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കപ്പാസിറ്ററിനെയാണ്. ഓക്കെ അപ്പൊ അതിപ്പോ എന്താ പറയാ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന ZL 73 ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കിട്ടിയ VSWR കിട്ടും. അത് വെച്ച് നമ്മൾ ചെയ്യുന്നത്. ആ ഇത് നമ്മുടെ മറ്റേ ഫ്രിസ് ട്രാൻസ്മിഷൻ ഇക്വേഷന്റെ ഫോമിൽ അല്ല സോറി അതെ ഫ്രിസ് ട്രാൻസ്മിഷൻ ഇക്വേഷന്റെ ഫോമിൽ വെച്ച് ചെയ്താൽ മതി. ഗെയിൻ ഉണ്ട്, ആർ ഉണ്ട്, PT ഉണ്ട്, PR അത് വെച്ചിട്ട് ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ ഇത് വന്നിട്ട് നമുക്ക് ട്രോപ്പോസ്ഫെറിക് പ്രൊപ്പഗേഷൻ ഫോർമുല ഉണ്ട് 5.12 into root of 4.12 into root of HT plus root of HR. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് HT എന്ന് പറയുന്നത് 100 HR എന്ന് പറയുന്നത് 50. സോ അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന 50 FT എന്ന് പറയുന്ന കിട്ടുന്നത്. ഓക്കെ പറഞ്ഞത് എത്രയ്ക്ക് എഫക്റ്റ് എനിക്കറിയാം ബിക്കോസ് എഴുതാനും എടാ ഞാൻ പറഞ്ഞ മനസ്സിലായി റോഷന എഴുതണോ അല്ലോ അല്ലെങ്കിൽ അയച്ചാൽ മതിയോ? ഓക്കെ സെക്കൻഡിനെ കുറിച്ച് ഇത് ഞാൻ പറഞ്ഞായിരുന്നു ഇത് പറഞ്ഞായിരുന്നു കാർഡിയോഷി നോർമൽ ഈ ഹാഫ് വേവ് ഡൈപോളിന്റെ നമ്മുടെ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുന്ന ഇൻപുട്ട് പവർ ഉണ്ട് കണ്ടുപിടിക്കാൻ W ഓവറോൾ എഫിഷ്യൻസി ഉണ്ട് R തീറ്റ ആൻഡ് ഫൈ. അപ്പോൾ ഡയറക്റ്റ് പവർ ഡെൻസിറ്റി U ഈക്വൽ ടു എന്നുള്ള ഫോർമ ഇന്റഗ്രൽ ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ഇത്. ഓക്കെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഏരിയ ഉണ്ട് ഡയറക്ടിവിറ്റി 7.5 A/λ എന്നുള്ള ഫോർമുല ഉണ്ടല്ലോ ആ ലാംഡ നമുക്ക് കിട്ടും C/F ചെയ്തിട്ട് ഡയറക്ടിവിറ്റി കിട്ടിയാൽ പിന്നെ ഗെയിൻ ഈക്വൽ ടു എഫിഷ്യൻസി ഡയറക്ടിവിറ്റി ഹിയർ എഫിഷ്യൻസി 1 ആയിട്ട് അസ്യൂം ചെയ്യുന്നു രണ്ട് സെയിം ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഇവിടെയും ഞാൻ അപ്ലൈ പറഞ്ഞല്ലോ 140 λ/d അതാണല്ലോ എന്താ ഈ പാരബോയിഡ് റിഫ്ലക്റ്റിന്റെ ഡയമീറ്റർ. അപ്പൊ അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് D കിട്ടും. D കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ഡയറക്ടിവിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഗെയിൻ കണ്ടുപിടിക്കാം. ഇത് പക്ക ഫോർമുല ബേസ്ഡ് സാധനങ്ങളാ. ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണില്ല. ഇതാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ എന്തെങ്കിലും പറയണ്ടോ? ഞാൻ പറഞ്ഞല്ലേ എന്തെങ്കിലും പറയണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു നോക്കാം. ഓക്കെ അല്ലേ ക്ലാസ് എന്നാ നിർത്തിക്കോട്ടെ എന്താ റോഷന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. എന്താ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതെ ആർക്കും ഇല്ലെങ്കിൽ ആർക്കും ഇല്ലാതൊന്നും ആരും പറയുന്നില്ലല്ലോ. അത് വേണ്ടേ
ഓക്കെ എന്നാ. ഉഫ്, ഉഫ്.